കുടവയർ മാത്രം എങ്ങനെ കുറയ്ക്കും? കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഉദാഹരണം എടുക്കുക, കൈക്ക് ഒരു അത്യാവശ്യം വണ്ണമുണ്ട്, കാലിന് അത്യാവശ്യം വണ്ണമുണ്ട്, വയറ് മാത്രം ഫ്രണ്ടിലോട്ട് നിൽക്കുക. ഈയിടയ്ക്ക് എന്റെ ഇന്റർവ്യൂ കാണുന്ന ഒരാൾ നേരിട്ട് കണ്ടവൻ പറയുക, എന്നാ വയറാണോ നിനക്കെന്ന്. കാരണം അവർ പകുതിയല്ലേ കാണുന്നുള്ളൂ. ഈ വയറ് മാത്രം കുറയ്ക്കാൻ എന്തെങ്കിലും വയറ് മാത്രമായിട്ട് കുറയത്തില്ല. പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ ഏറ്റവും ആദ്യം വരുന്നത് വയറും ഏറ്റവും അവസാനം വരുന്നത് കവിളും. പോകുമ്പോഴും അതുപോലെ തന്നെ ഏറ്റവും ആദ്യം കവിള് പോകും, ഏറ്റവും അവസാനം വയറ് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 വയസ്സ് കഴിയുമ്പോഴാണ് ആൺകുട്ടികൾ വണ്ണം വെക്കാന്ന് പറയാം. ഒരു 28 വയസ്സ് കഴിയുമ്പോഴാണ് വണ്ണം വെക്കുക അല്ലെ വയറ് വെക്കുക. അതുവരെ മെലിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഒന്നിലെ സൈക്കിൾ ചോട്ട്. പണ്ട് ഈ ബൈക്കും കാര്യങ്ങളൊന്നും ഇല്ല, സൈക്കിളിലാണ് മിക്കവാറും എല്ലാ ആൾക്കാരും. ഈവൻ ഫാമിലി വെഹിക്കിൾ വരെ ഇതായിരുന്നു, സൈക്കിളായിരുന്നു. വൈഫിനെ ഫ്രണ്ടിൽ വെച്ച് അല്ലെങ്കിൽ ബാക്കി ഇരുത്തി പിള്ളേരും ഒക്കെ ആയിട്ട്. നാട്ടിൻപുറത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അടുത്തുള്ള കടകളിൽ പോലും കാറിനല്ല പോകുന്നത്, അല്ല നടന്നു പോവും. ബസ് ആണെങ്കിലും വീടിന്റെ മുമ്പിൽ ബസ് വരുന്ന ബസ് സ്റ്റോപ്പ് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോവും അല്ലെ, അങ്ങനെയൊക്കെ ആണല്ലോ. കുട്ടികളാണെങ്കിലും വീട്ടിൽ കാറുണ്ടെങ്കിൽ കാറിന് ആക്സസ് ഒന്നും ഇല്ല. അന്ന് മുതിർന്നവർക്ക് മാത്രമേ കാറിന് ഇതുള്ളൂ. അപ്പോൾ സ്കൂളിൽ പോകാനായാലും ഒക്കെ. അപ്പൊ ആ ലൈഫ് സ്റ്റൈല് മൊത്തം മാറി. പിന്നെ നമ്മൾ ഇരിപ്പ് കൂടുതലാണ്. ഇപ്പൊ ഇരിപ്പ് കൂടുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പർ ആപ്സ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഈ മുകൾ വയറിലെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നുണ്ട്. നമ്മൾ ഈ ഫോണിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയ, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന ബോറടിക്കും. 5 മിനിറ്റ് കഴിയുമ്പോ ഡോക്ടറെ കാണാൻ ചെന്നു, ഈ ഡോക്ടർ ഇത് എവിടെ പോയി കിടക്കുന്നു, എത്ര നേരമായി ഇതിനകത്താണ്. ഇതിപ്പോ നമ്മളൊരു വീഡിയോ കണ്ട് തീരുമ്പോ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയും എന്തായാലും. അങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ തീർന്നില്ല, ഇനി അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത സിനിമ എന്ന് പറഞ്ഞിട്ടൊരു രീതി. കാരണം ഈ സമയം പോകുന്ന അറിയുന്നില്ല, നമുക്ക് മൂവ്മെന്റ് കുറഞ്ഞു, അതൊരു കാര്യം. പിന്നെ ലിഫ്റ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞു. പിന്നെ ബൈക്ക്, ഇപ്പം യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ബൈക്ക് കൂടുതൽ, കാറ് കൂടുതൽ ഉപയോഗിച്ചു തുടങ്ങി. ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ രാത്രിയിൽ ആഹാരം വളരെ ലേറ്റ് ആയിട്ട് കഴിക്കുകയും കഴിച്ചുടനെ പോയി കിടക്കുകയും ചെയ്യും. ഇത് മാത്രം മതി വണ്ണം വയ്ക്കാൻ. വണ്ണമല്ല, വയറ് വയ്ക്കാൻ. കഴിക്കുന്ന ആഹാരത്തിന് ടൈം ഉണ്ടോ? പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തണം എന്നാണ്. വൈകുന്നേരം 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് നിർത്തണം എന്നാ പറയുന്നത്. പണ്ടുള്ള ആൾക്കാർ, നമ്മുടെ തലമുറയുടെ മുമ്പത്തെ അല്ല, അതിന്റെയും മുമ്പത്തെ തലമുറയിലുള്ളവർ പറയും സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളന്ന് പറയാൻ, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ, ഇതിനകത്തൊക്കെ പക്കിയ പുഴുവെല്ലാം വീണാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ അങ്ങനെ സയൻസുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നോക്കിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ഡൈജഷൻ പ്രോസസ് കറക്റ്റ് ആവാനും മെറ്റബോളിസം കറക്റ്റ് ആവാനും ഒക്കെ നമ്മൾ ഈ ലേറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഫുഡ്. അതുമല്ല ഇപ്പൊ എന്തു കഴിക്കുന്നത്, ഷവായി, അൽഫാം, പിന്നെ മയണൈസ്, കുഴിമന്തി അങ്ങനത്തെ സാധനമൊക്കെയാ. ഇതിലൊക്കെ എങ്ങനെ വന്നാലും കുറെ പ്രിസർവേറ്റീവ്സും കുറെ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അവിയൽ, സാമ്പാറും, തോരനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കപ്പയും ചേമ്പും ഒക്കെ കാപ്പില് ഇപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നല്ലോണം വണ്ണം വെക്കും. കാരണം നമുക്ക് എക്സസൈസ് ഇല്ല. പണ്ടൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഫുഡ്. അത് പണ്ടുള്ളവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലേ? അതെ, അത് അവരുടെ ഫുഡിന്റെ ആണ്. പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി എല്ലാം അരകല്ല്, ആട്ടുകല്ല്, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയ അടുക്കള, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ തട്ടൊക്കെ ആയിട്ടായിരുന്നു പണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനൽസിലെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് വയറ് കുറയും, ഒരു ദിവസം കൊണ്ട് വണ്ണം കുറയും, വണ്ണം കൂടും. ഇതൊക്കെ ഉള്ളതാണോ? ഒരു ദിവസം കൊണ്ടൊന്നും കൂടത്തില്ല, ഒരു ദിവസം കൊണ്ട് കുറയത്തുമില്ല, ഒരു ദിവസം കൊണ്ട് മുടിയും വളരത്തില്ല. ഇതാണ് അതിനകത്ത് സത്യം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഓരോരുത്തരും കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. കുറുക്ക് വഴി ചിലതൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ എന്താ പറയാ, ഒരു നുറുങ്ങ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല, അത് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റം വരും. ഓഫ് കോഴ്സ് മാറ്റം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലെ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. ഈ നാരങ്ങ നീര് കുടിച്ച വയറ് കുറയും എന്ന് പറയുന്ന കാര്യമുണ്ടോ? നാരങ്ങ നീര് കുടിച്ച വയറ് കുറയുന്ന പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നാരങ്ങ നീര് മാത്രം കുടിച്ച വയറൊന്നും കുറയത്തില്ല കേട്ടോ. അത് അസിഡിറ്റി വന്ന് പണ്ടാരടങ്ങുള്ളൂ. അതൊന്നും നാരങ്ങ നീരും നമ്മൾ വെള്ളം ധാരാളം എടുത്തിട്ട് ചിയാ സീഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറയാറുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മെറ്റബോളിക് റേറ്റ് കൂട്ടും. അതായത് ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമെന്ന് വെച്ചോ, സാധാരണ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂടും. നമുക്ക് എന്താ പറയാ, വൈറ്റമിൻ സി ആകുമ്പോൾ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി, എനർജി, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഇത് ചെയ്യും. അതാണ് അതിന്റെ ബേസ്. അല്ലാതെ അത് മാത്രം കഴിച്ചുകൊണ്ട് വണ്ണമൊന്നും കുറയത്തില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾ ഡയറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ കഴിക്കത്തില്ല, ഉച്ചയ്ക്ക് കഴിക്കത്തില്ല, വൈകിട്ട് കഴിക്കും. അതിൽ കാര്യമുണ്ടോ? ഇതെല്ലാം അവരവരുടെ ശരീരം പോലെ ആയിരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ തലവേദന വരുന്നവരുണ്ട്, നമുക്ക് വോമിറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഓക്കാനും നമ്മൾ പറയുമല്ലോ, നോസിയ, അത് വരുന്നവരുണ്ട്.
പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം വരുന്നവരുണ്ട്, ഈ ആസിഡിറ്റി നെഞ്ചരിച്ചിൽ വരുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാതിരുന്ന ആസിഡിന്റെ ഫോർമേഷൻ കൂടുന്നേ ഉള്ളൂ. ചിലർക്ക് ഇതൊന്നും പ്രശ്നമല്ല, രാത്രി മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. അതൊക്കെ അവരവരുടെ ബോഡി പോലെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോ എനിക്ക് അതിനകത്ത് 3 നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അത് മിതമായിരിക്കണം എന്നേ ഉള്ളൂ. ഈ 2 നേരം കഴിക്കാതെ രാത്രി മാത്രം നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം. ഡോക്ടർ ഇപ്പം മിതമെന്ന് പറയുന്നത് രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, രാത്രി 10 ചപ്പാത്തി? അങ്ങനല്ല, രാത്രിത്തെ ഫുഡ് നല്ലോണം കുറയ്ക്കണം. രാത്രിത്തെ ഫുഡ് ശരിക്കും പറഞ്ഞാൽ നല്ല ഇപ്പം നല്ലോണം സിമ്പിൾ. ഇപ്പൊ എഗ് വൈറ്റ് എടുത്ത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമെന്ന് വെച്ചോ, നമുക്കറിയാലോ നോൺ വെജ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു ഫിഷ് 2 വലിയ പീസ് ഫിഷ് മാത്രം, മീൻ മാത്രം കഴിക്കുക. മീൻ കറി അമ്മ വെച്ചിരിക്കുന്നിരിക്കട്ടെ, തേങ്ങ അരച്ച്, തേങ്ങ കറിയും എല്ലാം കൂടെ എടുക്കരുത്. തേങ്ങയിലും അത്യാവശ്യം കാലറി ഉണ്ട്. അതിനകത്ത് കുറച്ച് മീൻ പറക്കി എടുക്കുക, എന്നിട്ട് ആ മീൻ മാത്രം കഴിക്കുക. രാത്രിയില് ചീരത്തോരനുണ്ട്, ചീരത്തോരൻ എടുക്കുക, ഈ മീൻ ഫ്രൈയും കൂടെ കഴിക്കുക. എന്താ കുഴപ്പം? 2 കൂടെ കഴിച്ചാൽ മതി. ശരി, അങ്ങനെയും വേണ്ട. ചിക്കൻ ഉണ്ട്, ചിക്കൻ കഴിക്കാം, അതിന്റെ കൂടെ കുറെ വെജിറ്റബിൾ ഇട്ട് അതും കൂടെ കഴിക്കാം. അല്ല, ഞാൻ പറയാറുണ്ട്, മുട്ടയില്ലേ നമ്മുടെ മുട്ട, എഗ് വൈറ്റ് എടുക്കുക. എഗ് മഞ്ഞ നല്ലതാണ്, പക്ഷെ കുരു ഉള്ളവർക്ക് ചിലപ്പോൾ മഞ്ഞ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്, എല്ലാവർക്കും ഇല്ല. അത് 2 എടുക്കുക, കുറച്ച് ഉള്ളി, കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റ് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്യുക, മുട്ട പൊട്ടിച്ചിടുക, കുറച്ചൊരു മണത്തിനൊരു ഗരം മസാല ഉപ്പും കൂടെ ഒക്കെ ഇട്ട് അത് കഴിക്കുക. അതൊരു വലിയ പോർഷൻ കിട്ടും. വേണമെങ്കിൽ ഒരു ചപ്പാത്തി കഴിച്ചോ. അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ പോരെ, മതി. ഇത് ഈ മെയിൻ കോഴ്സ് തന്നെ കഴിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്ന എന്തിനാ? നമുക്ക് ഇഷ്ടമുള്ളതല്ല. ഞാൻ ഒരിക്കലും ആപ്പിളും ഓറഞ്ചും മുന്തിരിയും കഴിച്ച് വെയിറ്റ് കുറയ്ക്കാനൊന്നും പറയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചോറും ചമ്മന്തിയും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ കാണുമ്പോൾ കഴിക്കണമെന്ന് തോന്നും. കഴിച്ചോ, ഇച്ചിരി വെച്ചാൽ കഴിച്ചു, കൊതി വരുമ്പോ കഴിച്ചോ, എപ്പോഴും കഴിക്കരുത്. ഈ ജിമ്മിൽ പോകുന്നത് കാര്യമുണ്ടോ? ജിമ്മിൽ പോകുന്നതിൽ കാര്യമുണ്ട്. പിന്നെ ജിമ്മ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ്. ഇപ്പം ഒട്ടും എന്താ പറയാ, ഒരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു മെന്റൽ പീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരാള് ചെയ്യിപ്പിച്ചാലേ പറ്റും. ജിമ്മിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 10 പ്രാവശ്യം സിറ്റപ്പോ ലഞ്ചസോ ഒക്കെ ചെയ്യുമെങ്കിൽ അവരൊരു 25 പ്രാവശ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു സാധനമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നല്ല ട്രെയിനർ ആയിരിക്കണം, നല്ല ജിമ്മായിരിക്കണം, ഈ പറഞ്ഞ അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. അല്ലാതെ വെറുതെ പോയിട്ട് അതും ഇതും എല്ലാം ചെയ്യുകയല്ല ചെയ്യേണ്ടത്. കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഓവറായിട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പൊ ഉണ്ട്. പെട്ടെന്ന് മസിൽ വരണം, പെട്ടെന്ന് മസിലൊന്നും വരത്തില്ല, അതറിയാലോ. ജിമ്മിൽ മസിലൊന്നും വരത്തില്ല പെട്ടെന്ന്. അത് അത്ര കഷ്ടപ്പെട്ടാലേ വരുള്ളൂ, മസിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം എന്നൊക്കെ പറയും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഹെവി വർക്ക്ഔട്ട്, ഹെവി ഡയറ്റ്, ഫലം മുടി അങ്ങ് പൊഴിഞ്ഞു പോകും, വീക്കാവും, മെലിഞ്ഞ് സുന്ദരിയായല്ലോ എന്ന് ആരും പറയത്തില്ല. കണ്ട എന്തോ അസുഖം വന്നു, ഡയബറ്റിക് ആണോ തൈറോയിഡ് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോ, ഇങ്ങനെ പറയൂ. മുടി കൊഴിയും, നന്നായിട്ട് പൊഴിയും, മുടി പൊഴിയും. വെയിറ്റ് കുറയുമ്പോ കൂടെ മുടിയും പൊഴിയും. കാരണം ബോഡി പെട്ടെന്ന് ബാലൻസ് ചെയ്യില്ല, പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല അതുമായിട്ട്. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ജിമ്മിൽ ഒന്നും പോവാതെ ഈ മുടി കൊഴിയുന്നതിന് കാരണം അത് ഭക്ഷണം കഴിക്കുന്നതിന്റെ വൈറ്റമിൻ ഡിയുടെ അങ്ങനെ വല്ലായിരിക്കും നമ്മൾ കഴിക്കുന്നെങ്കിലും നമ്മുടെ ശരീരത്തിന് ക്യാമറമാൻ അപ്പോൾ ഇട്ടൊരു കുത്തല്ലേ, പാവം മനുഷ്യനെ അവിടെ ഇരുന്നിട്ട്. അപ്പൊ എന്നുവെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഇപ്പൊ പ്രോട്ടീന്റെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും. എല്ലാരും പറയും ഞാൻ കറി കഴിക്കും, എത്ര കഴിക്കും, അത് ഇച്ചിരി. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഇത്ര കഴിക്കോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരെന്താ ചെയ്തെച്ചാ ചോറ് കഴിക്കും, മീൻകറി കഴിക്കും, അല്ലെങ്കിൽ പുളിശ്ശേരി കഴിക്കും, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കും, മീൻ ഫ്രൈ കഴിക്കും. ഇതിനകത്ത് വെജിറ്റബിൾ എത്ര കഴിക്കുന്ന വെച്ചാൽ 1 സ്പൂൺ ആയിരിക്കും കഴിക്കുന്നത്. ഈ 1 സ്പൂണിൽ എന്തോ കിട്ടാനാ? നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റി ഒരു 1/2 കപ്പെങ്കിലും കഴിക്കണം എന്നാ പറയുന്നത് ഒരു കറി. അതായത് ഒരു അത്യാവശ്യം നല്ലൊരു പോർഷൻ ചോറ് കുറച്ചും കറികൾ ചോറ് പോലെ കഴിക്കണം എന്നാ പറയുന്നത്. അപ്പം പ്രായമാകുമ്പോൾ നമുക്ക് മസിൽ മാസ് കുറയും. അതായത് നമുക്കൊരു 30-35 വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് പ്രോട്ടീൻ കൂടുതൽ എടുത്താൽ മാത്രമേ മസിൽ അവിടെ തന്നെ ചെയ്യൂ. അത് മസിലിന്ന് ബോൺ ഡെൻസിറ്റി കുറയും, മസിലിന്റെ മാസ് കുറഞ്ഞു വരും. അപ്പോൾ കൊടുക്കുന്ന ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻ ബോഡി യൂട്ടിലൈസ് ചെയ്യും, അതിന്റെ ബാക്കിയെ മുടിക്ക് കൊടുക്കുകയുള്ളൂ. കാരണം ബോഡിയെ സംബന്ധിച്ച് മുടി എന്ന് പറയുന്നത് നമുക്ക് പ്രയോറിറ്റി ഉണ്ടെങ്കിലും ബോഡിക്ക് ലീസ്റ്റ് പ്രയോറിറ്റിയാ. മുടിയില്ലെങ്കിലും ശരീരത്തിന് പ്രശ്നമൊന്നുമില്ല, നമുക്കേ ഉള്ളൂ പ്രശ്നം. പക്ഷെ മസിലില്ലേ ബോഡിക്ക് പ്രശ്നമുണ്ട്. അത് ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറി ആളുകൾക്ക് മുടി കൊഴിയുന്നുണ്ട്. കൊച്ചു പിള്ളേർക്കാട്ടെ, പ്രായമുള്ളവർക്കാട്ടെ, ഒരു ഏജ് ആയിട്ടുള്ളവർക്കാട്ടെ. ഇതിന്റെ കാരണം എന്തോ? ആഹാരം തന്നെയാണ്, ആഹാര രീതിയാണ്. ആഹാരമുണ്ട്, സ്ട്രെസ്. ഒരു 8 വയസ്സുള്ള ഒരു കുഞ്ഞു വന്നിട്ട് പറയായിരുന്നു, ഭയങ്കര ടെൻഷനാണ്. അതിന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു, 8 വയസ്സുള്ള കുഞ്ഞിന്. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ എന്തോ ടെൻഷൻ ഇത്രയ്ക്കെന്ന് ചോദിച്ചു. കാരണം നമ്മൾ ചോദിച്ചു പോകത്തില്ലേ, ഈ 8 വയസ്സുള്ള കൊച്ചിനൊക്കെ എന്തോ ടെൻഷൻ വരാൻ.
അപ്പൊ പഠിക്കുന്ന കാര്യത്തെ പറ്റി പുള്ളിക്കാരിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഏതോ ഒരു കുട്ടിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടി. അപ്പോൾ എങ്ങനെ അത് മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ പഠിക്കാഞ്ഞിട്ടാണോ, ഇനിയിപ്പോ ഇനി അടുത്ത പരീക്ഷയ്ക്കോ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെയൊക്കെയുള്ള സ്ട്രെസ്. ഞാൻ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ചോദിച്ചു, നിങ്ങളിങ്ങനെ കുഞ്ഞിന് ഇത്രയും ടെൻഷൻ? ഞങ്ങളൊന്നും പറയാറില്ല, ഞങ്ങൾ പറയുന്നത് നീ തോറ്റുപോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിന് മനസ്സിലാവുന്നില്ല. അതെന്നൊക്കെ പറഞ്ഞാൽ അൺവാണ്ടഡ് സ്ട്രെസ്സാ. ആ സ്ട്രെസ് മാറിയപ്പോഴത്തേക്ക് അതിന് അത്യാവശ്യം മുടി തിരിച്ചു വരാൻ തുടങ്ങി. കാരണം ഓവർ തിങ്കിങ് ആണ്, അത് അതിന്റെ നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു വാശിയായിരിക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. പിന്നെ അത് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് തിരിച്ച് മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചത് ഓക്കെ ആയി.